ശശികല ടീച്ചർ എന്ന വ്യക്തിയോട് മാത്രമല്ല, ഏതു വ്യക്തികളെയോടും ക്ഷമിക്കുവാനല്ലാതെ യഥാർത്ഥ ക്രിസ്ത്യാനികൾക്ക് മറ്റൊന്നിനും പ്രതികരിക്കാനായിട്ട് കഴിയില്ല. കാരണം നമ്മൾ ചർച്ചിൻ്റെ അനുയായികളല്ല, ക്രിസ്തുവിൻ്റെ അനുയായികളാണ്. അതാ ടീച്ചറും പറയുന്നുണ്ട്, ചർച്ചിയാനികൾ വേറെ, ക്രിസ്ത്യാനികൾ വേറെ. ഗുരു എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു ഉണ്ടാക്കിയതല്ല ബൈബിൾ, ചർച്ച് ഉണ്ടാക്കിയതാണ് ബൈബിൾ. അപ്പോൾ ചർച്ചിൻ്റെ അനുയായികൾ ചർച്ചിൻ്റെ പിന്നാലെയും ക്രിസ്തുവിൻ്റെ അനുയായികൾ ക്രിസ്തുവിൻ്റെ പിന്നാലെയും പോകണം. അപ്പോൾ നമുക്ക് എതിർപ്പ് എന്ന് പറയുന്നൊരു വിഷയം, പ്രതിഷേധം എന്ന് പറയുന്നൊരു വിഷയം ഇവിടെ ഇല്ല. ലോകത്തിലെ സകല മനുഷ്യരെയും, അത് പെന്തക്കോസ്തുകാരെയും മർത്തോമക്കാരെയും കത്തോലിക്കക്കാരെയും ഹിന്ദുക്കളെയും ജൈനമതക്കാരെയും ബുദ്ധമതക്കാരെയും സകല മനുഷ്യരെയും ദൈവം പാപത്തിൽ നിന്നും രക്ഷിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നതാണ് യഥാർത്ഥ ക്രിസ്തീയമായ സിദ്ധാന്തം. ആ സിദ്ധാന്തത്തെ അറിയിക്കുന്നതിലൂടെ നാം ജീവിക്കുന്ന ഈ സ്ഥലങ്ങളെല്ലാം തന്നെ സ്വർഗസ്ഥലങ്ങളാണെന്നുള്ള തിരിച്ചറിവിലൂടെ ആചാര അനുഷ്ഠാന രീതികൾക്കൊക്കെ അപ്പുറത്ത് ദൈവം എന്നിലാണ് എന്ന ഭാരതീയമായ സങ്കല്പത്തിൽ തന്നെ നമുക്ക് ഇതെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അപ്പം പരസ്പരം ഒരു സ്പർദ്ധയ്ക്ക് ഇവിടെ സാധ്യതയില്ല. ഞാനൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ അവരവിടെ പറയും, വെള്ളം ഇവിടെ ഇല്ല, തണ്ണി മതിയോ എന്ന് ചോദിക്കും. ദാഹത്തിന് തണ്ണിയാണെന്ന് പറഞ്ഞ് അവർ എൻ്റെ കയ്യിൽ കുടിക്കാൻ തരുന്നത് ഞാൻ കുടിക്കും. കാരണം അത് ജലം തന്നെയാണ്. അതേസമയം തന്നെ ഹിന്ദിയിലുള്ള ഒരാളോട് എനിക്ക് ദാഹിക്കുന്നു, വെള്ളം വേണം എന്ന് ഞാൻ പറയുമ്പോൾ അവർ മറ്റൊരു വാചകം പറഞ്ഞിട്ട് അവർ പറയും, പാനി 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 തരാം എന്ന് പറയും. പാനി. ഇംഗ്ലീഷുകാരുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ വാട്ടർ തരാമെന്ന് പറയും, വാട്ടർ. അപ്പോൾ അങ്ങനെ ഒരേ വിഷയത്തിന് സമാനമായ അർത്ഥമുള്ള വിവിധമായ ഭാഷകളെ അവരുപയോഗിക്കുന്നത് പോലെ പരമാത്മാവായ ദൈവത്തിനെ വ്യത്യസ്തമായ പേരുകളിൽ കൂടി അറിയിക്കപ്പെടുമ്പോൾ നമ്മുടെ ഗുരുവും പറഞ്ഞു തന്ന അനുസരിച്ച് ഞാനും പിതാവും ഒന്നാകുന്നു. നമ്മൾ ഒന്നാകുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് നമ്മുടെ ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാം എന്നിൽ തന്നെയാണ് എന്നുള്ള യഥാർത്ഥ തിരിച്ചറിവ് എന്നെയും നിങ്ങളെയും സ്വതന്ത്രരാക്കും. എന്ത് സംഭവിച്ചാലും അതിനെയെല്ലാം ക്ഷമയോടെ നേരിടാനായിട്ട് പ്രാപ്തമാകും. കാരണം ഇതൊന്നും എൻ്റെ അല്ല, ഈ കാണുന്നതൊന്നും ഞാനല്ല, കാണാത്തതൊന്ന് അതാണ് നിത്യം. അപ്പം നിത്യമായതും നിലനിൽക്കുന്നതുമായ വിഷയമാണ് ഞാൻ എന്നത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് പരസ്പരം സ്പർദ്ധയ്ക്കോ എതിർപ്പിനോ സാധ്യതയില്ലാതെ ഇവിടെ ഒരു മതസ്പർദ്ധയല്ല ഉണ്ടാക്കേണ്ടത്. പകരം എല്ലാറ്റിലും ഉണ്മയായ യാഥാർത്ഥ്യം എൻ്റെ പിതാവ്, ആ പിതാവിൽ ഞാൻ, ഞാനിൽ പിതാവ്, ആത്മാവിൽ ഞാൻ എന്നൊക്കെയുള്ള ആ ഒരു തിരിച്ചറിവ് എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ സ്വരൂപത്തെ മറ്റുള്ളവർക്ക് ദർശിക്കുവാൻ പ്രാപ്തമാകും. അതുകൊണ്ട് ബൈബിൾ എടുത്ത് കത്തിച്ച് കളഞ്ഞാൽ നമുക്ക് വിഷയമില്ല. ഈ ശരീരത്തെ തന്നെ മറ്റൊരാൾ കത്തിച്ച് കളഞ്ഞാൽ നമുക്ക് വിഷയമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എത്രയോ രക്തസാക്ഷികളെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ഭാര്യമാർ, അവരുടെയൊക്കെ ഭർത്താവ്, മക്കളെ അതെല്ലാം സന്തോഷത്തോടെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കുന്ന എന്ത് വിഷയങ്ങളെയും സന്തോഷത്തോടെ നേരിടാനാണ്, അത് തുല്ലസിച്ച് തുള്ളുവാനാണ് ദൈവം നമ്മളോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചർച്ചിയാനികളായാൽ പ്രതികരിക്കാനും തല്ലുണ്ടാക്കാനും മറ്റുള്ള ഒരാളെ വിരോധത്തോടെ കാണാനും ഒക്കെ കഴിയും. എന്നാൽ ക്രിസ്ത്യാനികളായാൽ ഇതെല്ലാം ഒഴിവാവുകയും പരസ്പരം സ്നേഹം, പ്രണയം, ഞാനും എന്നിലുള്ളതും അവനിലുള്ളതും എല്ലാം ഒന്നാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ യാത്ര ചെയ്യുവാനും നമുക്ക് കഴിയും.